ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു തീർത്തത് ഒരു ഡയറി കുറിപ്പാണ്. സ്നേഹവും കാരുണ്യവും കൈമോശം വന്ന ഈ കാലത്ത് ഒരു യുവാവിൻ്റെ ആശങ്കകളും ആകുലതകളും നിറഞ്ഞ സംഘർഷഭരിതമായ അനുഭവങ്ങളാണ് ഇതിൽ. ഈ കുറിപ്പുകൾ എഴുതിയത് ഒരു ശ്രീകുമാറാണ്. അവൻ്റെ സ്നേഹിതനും സഹപാഠിയുമായ ഫിലിപ്പാണ് എനിക്കിത് കൈമാറിയത്. ഇത് വെറുമൊരു ഡയറി കുറിപ്പല്ല, കഥയല്ല, ഓർമ്മക്കുറിപ്പുകളുമല്ല. എന്നാലും ഇത് സ്വകാര്യമായി വയ്ക്കാൻ ശ്രീകുമാർ ഉദ്ദേശിച്ചില്ല. ഇതെല്ലാവർക്കും വായിക്കാനുള്ളതെന്ന് ഇതിൻ്റെ 1-ാം പേജിൽ തന്നെ അയാൾ കുറിച്ചിട്ടുണ്ട്. ഒട്ടും മുഷിപ്പില്ലാതെ തന്നെ ഇത് വായിച്ചു തീർക്കാൻ കഴിയും. ശ്രീകുമാറിൻ്റെ കുടുംബപരമോ വ്യക്തിപരമോ ആയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ സാമ്പത്തിക ഞെരുക്കവും അതിൽ നിന്നുണ്ടായ അധമബോധവും അയാൾ വലിയ തോതിൽ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഈ കുറിപ്പുകൾ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിനപ്പുറം ഒന്നും തന്നെ എനിക്കറിയില്ല. ആധുനികോത്തരതയുടെ ഈ കാലത്ത് മാതൃഭാഷയും സംസ്കാരവും അന്യവൽക്കരിക്കപ്പെടുമ്പോൾ, മണ്ണും മനുഷ്യനും പ്രകൃതിയും ചൂഷണത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ ചെറുത്തുനിൽപ്പിൻ്റെ ചെറുസ്വരങ്ങളെങ്കിലും ഉയർന്നു വരുന്നത് ആശാവഹമാണ്. ശ്രീകുമാർ എഴുതി വച്ചിരിക്കുന്ന ഈ കുറിപ്പുകളിൽ ഞാൻ ഇടപെടുന്നില്ല. ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുകയാണ്. ആരംഭത്തിൽ പറഞ്ഞു വെച്ചതിനെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കഥയാണോ? കഥയല്ലെങ്കിൽ പിന്നെന്താണ്? ഇത് വായനക്കാരൻ്റെ കാലമാണെന്ന് പറഞ്ഞു വരുന്നു. അത് ശരിയെങ്കിൽ ഒരവസാന തീർപ്പിനുള്ള അവകാശം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചില വാക്കുകൾ ചോദിക്കും. അതിന് പണ്ട് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വാക്കുകളൊന്ന് പറയണം. ചോദിക്കില്ല മക്കളെ. മുത്തശ്ശി, വിടാത്തി, പുല്ല്, ഇല്ല്, പുഴ, ഹൊള്ളെ. ഓക്കെ, നിങ്ങളുടെ ഭാഷയിൽ ഒരു പാട്ട് പാടാമോ? നന്നായിട്ടുണ്ട്. സ്പ്ലെൻഡിഡ് വർക്ക്. How's it, ma'am? Oh yeah, it's quite interesting. You carry on. Thank you. Ma'am, phone. Just a minute. Yeah, where are you? I can't hear you properly. Yeah, tell me. See, I told you 1,000 times. It is just impossible. You know it very well. Tintu and Soju are not interested in keeping in touch with me. I shall call you later. I am in a meeting. Call from Huss. He's going to Texas from Michigan. Let him go anywhere. Ma'am, ഞാനെന്നാ? Where you up to, man? I'm terribly lonely. Why can't we get along? Hey. ശരി. ഹോ, ഇതൊരു ലൈബ്രറി മുഴുവനുണ്ടല്ലോടി. ആ ശ്രീ, നെക്സ്റ്റ് വീക്കെൻഡ് ഓപ്പൺ ഡിഫൻസ് ആണ്. യു മസ്റ്റ് കം. ഓക്കെ. ശ്രീകുമാർ, തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തന്റെ വൗച്ചർ റീചെക്ക് ചെയ്യണമെന്നാണ് തന്റെ ഗൈഡിന്റെ നിർദ്ദേശം. എന്താ കാര്യം? താൻ 3-4 മാസം മുമ്പ് കുറെ ആദിവാസികളെ കൊണ്ടുവന്നില്ലേ? അവരെ ടാക്സിയിൽ കൊണ്ടുവന്നത് എന്തിനാ? ബസ്സിൽ കൊണ്ടുവന്നാ പോരെ? അവർക്ക് റൂം എടുത്തു കൊടുത്തത് എന്തിനാ? ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചാ പോരെന്നൊക്കെയാ. എന്താ സാർ ഇത്? അവരും മനുഷ്യന്മാർ തന്നെയല്ലേ? ഇവിടെ ചില ഗോസായിമാരും നാടൻ സായിപ്പന്മാരും സെമിനാറാ പേപ്പർ അവതരിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാറുണ്ടല്ലോ. അവരൊക്കെ ഇവിടുത്തെ 3 സ്റ്റാറിലും 5 സ്റ്റാറിലും കയറി വെള്ളം അടിച്ച് സൂഹിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനൊക്കെ എത്ര ലക്ഷങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നത്? എടോ ശ്രീകുമാറെ, താൻ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ടാണ് തന്നോട് ഇക്കാര്യം ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ?
ആത്മരോഷം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ശ്രീമാറെ. ഇതൊക്കെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ആ, നീ നാളെ തന്നെ മാഡത്തിനെ കണ്ട് സോപ്പിട്ട ചിലപ്പോൾ നിന്റെ കാര്യം നടന്നു വരും. ആ, മാഡത്തിന്റെ ഈ ഡ്രസ് സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. റിയലി ഫാന്റാസ്റ്റിക്. Yeah. ഈ മാല എവിടുന്നാ മാഡം? It is from Milan. ഹസ്ബൻഡ് കൊണ്ടുവന്നതാ. ഓ ഇതേ സാരിക്ക് നല്ല മാച്ചാ. യോഗ ചെയ്യുന്നത് കൊണ്ടാണോ മാഡം എങ്ങനെ സ്ലിം ആയിരിക്കുന്നേ? അപ്പൊ മാഡം യോഗയൊക്കെ ചെയ്യാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്താടോ ഇത്? ഒരു മാനസും ഇല്ലാതെ മുറിയിലേക്ക് വരുമ്പോ ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്തൂടെ? മാഡം വരാൻ പറഞ്ഞിരുന്നു. വിളിച്ചപ്പോ താൻ വന്നില്ലല്ലോ. What's your topic? Do you still remember it? Anyhow, it is not anything connected with tribal dance or music. യെസ് മാം. Then what were you doing there with those tribal people? Were they brought here for your merrymaking? You have completed 4 years as a researcher. പക്ഷെ ഇപ്പോഴും തനിക്ക് ലിംഗ്വിസ്റ്റിക്സിന്റെ ഡിസിപ്ലിൻ എന്താണെന്ന് അറിയില്ല. ഇത് കുമാരനാശാന്റെ കവിതയോ ബഷീറിന്റെ നോവലോ അല്ല. It is a science, and the study of any science demands disciplined work and responsible behavior. Understand? Now get out. കറക്റ്റ് സമയത്തിന് അയാൾ വന്ന് കയറിയത്. മാഡത്തിന് അപ്പോൾ വായിച്ചു നോക്കാൻ തോന്നാത്തത് നന്നായി. നീ ഇതൊന്നും കാര്യാക്കണ്ട ശ്രീ. ഇനി തീസിസ് സബ്മിറ്റ് ചെയ്യാലോ. അത് ചെയ്യാം. പക്ഷെ മാഡം അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടോ? ഏയ് ക്ലാഷ് ഒന്നുമില്ല. ബട്ട് ഐ എം ഷുവർ ഷി വോണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട്? അസുഖം കുറവുണ്ടോ? ഇല്ല, ചെന്നിട്ട് കാണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഡാ വൈകുന്നേരം ജയജയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നമുക്ക് പോണം. ആ ആ ചേച്ചി, ഹാർഡ് അത് ഡിസ്ക് ഞാൻ അവിടെ പറഞ്ഞു. വെച്ചിരിക്കുന്നത്. ഒരു കട്ടൻ്റെ സൈഡിലുണ്ട്. അഡ്മിറ്റ് ചെയ്യാതെ വീട്ടിലിരുന്ന് മരുന്ന് കഴിച്ചാ പോരെ? ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഇക്കാലത്ത് നിന്റെ അച്ഛനല്ലാതെ ഇതുപോലെ ആരെങ്കിലും കത്തയക്കോ? മോനെ, നിനക്ക് സുഖം തന്നെയല്ലേ? നിന്റെ പഠനമൊക്കെ എങ്ങനെ? നന്നായി നടക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്കറിയാലോ. നിന്റെ അളിയനെപ്പറ്റി ഇപ്പോഴും ഒരു വിവരവുമില്ല. പ്രവാസ ലോകത്ത് നിന്നും കുഞ്ഞഹമ്മദ് സാറിൻ്റെ കത്ത് വന്നിരുന്നു. അവർ അന്വേഷിക്കുന്നുണ്ടത്രേ. ശ്രീകുട്ടിക്ക് ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. എന്ത് തീരുമാനമെടുക്കണമെന്ന് എനിക്കൊരെത്തും പിടിയുമില്ല. ബാങ്കിൽ നിന്ന് 2 തവണ നോട്ടീസ് വന്നിരുന്നു. എന്തായാലും നീ ഇവിടം വരെ ഒന്ന് വരണം. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. കത്ത് ചുരുക്കുന്നു. സ്നേഹത്തോടെ, അച്ഛൻ. ചുരുക്കത്തിൽ പുതിയ കാലത്തിൻ്റെ വേഗത അഭിമുഖീകരിക്കാൻ സാധിക്കാതെയും പഴയ കാലത്തിൻ്റെ തുടർച്ച സാധ്യമാവാതെയും ആദിവാസികൾക്ക് അവരുടെ തനത് ഭാഷകൾ നഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിതം പോലെ, അവരുടെ സംസ്കാരത്തിൻ്റെ എല്ലാ മൗലികമായ അംശങ്ങളെയും പോലെ. ഇതെന്താണ് ഒരു ആദിവാസി ഭാഷയെക്കുറിച്ചുള്ള പഠനമോ അതോ രാഷ്ട്രീയ ലഘുലേഖയോ? ഈ പ്രബന്ധത്തിൽ ഭാഷാശാസ്ത്രത്തിന്റെ മെത്തോഡോളജി ഉപയോഗിച്ചിട്ടേ ഇല്ല. ശ്രീകുമാറിന്റെ കൺക്ലൂഷൻസ് പലതും ഹേസ്റ്റി ആണെന്നും ഷാലോ ആണെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല. ഈ തീസിസിലെ ചാപ്റ്റർ 1, 3 and 7 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീരെ ഇല്ലോജിക്കലാണ്. ബട്ട് ഐ കൺഗ്രാജുലേറ്റ് മിസ്റ്റർ ശ്രീകുമാർ. ശ്രീകുമാറിന്റെ തീസിസ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിന് ലഭിച്ച കനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. സം ഓഫ് ഹിസ് ഒബ്സർവേഷൻസ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ന്യൂ സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ക്രൈസിസ് ആൻഡ് വണ്ടർഫുള്ളി ബ്രില്യൻറ്റ്. Brave new ideas. Of course we all welcome them. പക്ഷേ വെറും സ്പെക്കുലേഷൻസിനെ റിസർച്ച് ഫൈൻഡിങ്സ് ആയി അംഗീകരിക്കാൻ എനിഹൗ ഞാൻ തയ്യാറല്ല. ഈ തീസിസ് ഇൻകംപ്ലീറ്റ് ആണ്. വർക്ക് സൈറ്റിൽ 3 ജേർണലിസ്റ്റിന്റെ പേര് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇയർ ഓഫ് പബ്ലിക്കേഷൻസ് ഇല്ല. സോ യു ഷുഡ് റീവർക്ക് ആൻഡ് റീസബ്മിറ്റ്.
this thesis after 6 months. ഐ എഗ്രി വിത്ത് ഡോക്ടർ ജയലക്ഷ്മി. ഐ സ്ട്രോങ്ലി ഡിസഗ്രി. പ്രൊഫസർ സ്വീകരിച്ചത് മുൻവിധിയോടെയുള്ള നിലപാടാണ്. ഇറ്റ് ഈസ് സിംപ്ലി അൺഡെമോക്രാറ്റിക് ആൻഡ് ഇൻഹ്യൂമൻ. വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റരുത്. ഒരാളുടെ 4 വർഷത്തെ അധ്വാനത്തെയാണ് 4 വാക്കിൽ മാഡം പുച്ഛിച്ച് തള്ളിയത്.